ഹലോ ഓൾ, എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു വൊക്കാബുലറി സെഷനിലേക്ക് വെൽക്കം. സോ ഇന്ന് നമുക്ക് ആനിമൽസിൻ്റെ ജെൻഡേഴ്സ് നോക്കാം. ഓക്കെ, അപ്പം സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ PYQs ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഒരു ആനിമലിൻ്റെ ജെൻഡേഴ്സ് തന്നിട്ട് ഓപ്പോസിറ്റ് ജെൻഡർ ചോദിക്കുന്നത്. ചിലപ്പോൾ മാസ്കുലിൻ ജെൻഡർ തന്നിട്ട് ഫെമിനിൻ ജെൻഡർ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഫെമിനിൻ ജെൻഡർ തന്നിട്ട് മാസ്കുലിൻ ജെൻഡർ ചോദിക്കാം, അല്ലെങ്കിൽ ഇവയുടെ ഓസ്പ്രിങ്സിന് എന്താണ് പറയാന്നുള്ളത് ചോദിക്കാം. അപ്പോൾ വൊക്കാബുലറിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അതിൽ ഏത് വേണമെങ്കിലും എന്താണ് ചോദിക്കാം. ചിലപ്പോൾ ഓസ്പ്രിങ് ആയിരിക്കാം, ചിലപ്പോൾ മാസ്കുലിൻ തന്നിട്ട് ഫെമിനിൻ ആയിരിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആനിമൽസിൻ്റെയും പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ആനിമൽസിൻ്റെ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ PYQs ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഏത് ടൈപ്പ് ഓഫ് ആനിമൽസിൻ്റെയാണ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കൂടുതലും ആനിമൽസിൻ്റെയാണ്, ബേർഡ്സിൻ്റെ അങ്ങനെ യൂഷ്വലി അധികമായിട്ട് ചോദിച്ച് കാണുന്നില്ല. ആനിമൽസിൻ്റെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പോൾ ബേർഡ്സ് ആണെങ്കിൽ പോലും കാണുന്നത് സ്ഥിരമായിട്ട് നമ്മൾ യൂഷ്വലി നമുക്ക് അറിയാവുന്ന ബേർഡ്സ് ഒക്കെ തന്നെയാണ് വരാറുള്ളൂ. അതല്ലാതെ പിന്നെ പീജിയണോ അല്ലെങ്കിൽ ഫിഞ്ചസോ അങ്ങനെയുള്ളതൊക്കെയാണ് വരാറുള്ളൂ. അല്ലാതെ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് വരാറില്ല. പക്ഷേ യൂഷ്വലി ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച് കാണുന്നത് ആനിമൽസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും നമ്മൾ എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, ആ ഒരു ഏരിയ എന്ന് വരുന്നത് ചിലപ്പോൾ ഓസ്പ്രിങ്സും ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജെൻഡറിൽ ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ ഓസ്പ്രിങ്സിനെയും എന്താണ് പറയുക എന്നുള്ള ആ ഒരു ടേംസും കൂടെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ആനിമൽസിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫെമിനിൻ ജെൻഡർ, മാസ്കുലിൻ ജെൻഡർ ആൻഡ് ഓസ്പ്രിങ്സ്. ഓക്കെ, അപ്പം ഫസ്റ്റ് സെഷൻ ജെൻഡർ ഓഫ് ആനിമൽസ് വിത്ത് ഓസ്പ്രിങ്സ്. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. ഫസ്റ്റ് ബെയർ ആണ് ആനിമൽ. ബെയർ ആനിമലിൻ്റെ മെയിൽ എന്താണ് പറയുക? മെയിൽ ആണെങ്കിൽ എന്ത് പറയാം? ബോർ എന്നാണ് പറയുക. ഓക്കെ, ബോർ എന്നാണ് പറയുക. അതിൻ്റെ ഫീമെയിൽ പാർട്ട്ണറിനെ സോ എന്നാണ് പറയുക. SOW, സോ. ഓക്കെ, ബോർ, സോ. ഇനി അതിൻ്റെ ഓസ്പ്രിങ്ങിന് എന്താണ് പറയുക? കബ് എന്നാണ് പറയുക. അപ്പോൾ കബ് എന്ന് പറയുന്നത് കുറേ ആനിമൽസിൻ്റെ ഓസ്പ്രിങ്ങിനെ നമ്മൾ കബ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏതിൻ്റെയൊക്കെയാണ് കബ് എന്ന് പറയുന്നത് എന്നുള്ളത് സ്പെഷ്യലായിട്ട് പഠിക്കുക. ഏതൊക്കെയാണ്? ബോർ. ഓക്കെ, ബെയർ. മാസ്കുലിൻ ആണെങ്കിൽ ബോർ എന്ന് പറയുന്നു, ഫെമിനിൻ ആണെങ്കിൽ സോ എന്ന് പറയുന്നു, ദെൻ ഓസ്പ്രിങ്ങിനെ കബ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. അടുത്തത് ബീവർ ആനിമൽ. മെയിൽ എന്താണ്? മെയിൽ ബീവർ എന്നാണ് പറയുക. ഓക്കെ, അതിനായിട്ടൊരു സ്പെഷ്യൽ ടേം ഇല്ല, മെയിൽ ബീവർ എന്നാണ് പറയുക. ദെൻ ഫീമെയിൽ ആണെങ്കിൽ ഫെമിനിൻ ആണെങ്കിൽ ഫീമെയിൽ ബീവർ എന്നാണ് പറയുക. ഓസ്പ്രിങ്ങിനെ കിറ്റ് എന്ന് പറയാം, പപ്പ് എന്ന് പറയാം, ഓർ കിറ്റൻ എന്നും പറയാം. ഓക്കെ, ഇതിൽ ഏത് ടേം വേണമെങ്കിലും ഓസ്പ്രിങ്ങിനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ബീവർ ഏതൊക്കെയാണ്? മെയിൽ ബീവർ, ഫീമെയിൽ ബീവർ, ഓസ്പ്രിങ് ആണെങ്കിൽ കിറ്റ്, പപ്പ് ഓർ കിറ്റൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ബീസിനെ നമ്മൾ എങ്ങനെയാണ് പറയുക? മെയിൽ ബി ആണെങ്കിൽ ഡ്രോൺ എന്നാണ് പറയുക. ഓക്കെ, ഡ്രോൺ എന്നുള്ളതാണ് മെയിൽ ബീനെ പറയുക. അപ്പോൾ ഡ്രോൺ നമുക്കറിയില്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന ഹെലിക്യാമ്പൊക്കെ പോലെ യൂസ് ചെയ്യുന്ന ഡ്രോൺസ്, ആ ഒരു ഡ്രോൺസ് എന്നുള്ള അർത്ഥത്തിൽ ആലോചിച്ചാൽ മതി. ബീസ്, തേനീച്ചകൾ അങ്ങനെയല്ലേ പറക്കുക. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ചാൽ മതി ഡ്രോൺ. ഓക്കെ, മെയിൽ ബീസ് ആണെങ്കിൽ ഡ്രോൺ എന്നാണ് പറയുക. ഇനി ഫീമെയിൽ ബീസ് ആണെങ്കിലോ വർക്കർ ഓർ ക്വീൻ. നമുക്കറിയാം ഫീമെയിൽസിന് ബീസിൽ ഫീമെയിൽസിന് എന്താണ് കൂടുതലും അവർ ആ ഒരു കൂട്ടിൽ തന്നെ ഇരുന്നിട്ട് അവർ ഹണി ഉണ്ടാക്കുക പോലുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ അവരുടെ കൂട്ടത്തിൽ ഒരു ക്യൂൻ ഉണ്ടാവും, ഒരു റാണി ഉണ്ടാവും, അല്ലേ? അങ്ങനെയൊക്കെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഓർത്തിരുന്നാൽ മതി, വർക്കർ ഓർ ക്വീൻ. ഇത് രണ്ടുമാണ് അവരുടെ ഫീമെയിൽ കൗണ്ടർ പാർട്സിനെ പറയുക. ഇനി അവരുടെ ഓസ്പ്രിങ്ങിന് എന്താണ് പറയുക? ലാർവ എന്നാണ് പറയുക, ലാർവ. ഓക്കെ, അപ്പോൾ ബീസ് ആണെങ്കിൽ മെയിൽ ബി ആണെങ്കിൽ ഡ്രോൺ, ഫീമെയിൽ ആണെങ്കിൽ വർക്കർ ഓർ ക്വീൻ, ഇനി ഓസ്പ്രിങ് ആണെങ്കിൽ ലാർവ. ദെൻ ബഫല്ലോ ഓർ ബൈസൺ. ബഫല്ലോ അല്ലെങ്കിൽ ബൈസൺ ആണെങ്കിൽ എന്ത് വരും? മെയിൽ ആണെങ്കിൽ ബുൾ. ഓക്കെ, ബുൾ എന്നാണ് പറയുക. ഫീമെയിലിനെ കൗ എന്നാണ് പറയുക. ഓക്കെ, ബഫല്ലോ ഓർ ബൈസൺ ആകുമ്പോൾ മെയിലിനെ ബുൾ എന്ന് പറയുന്നു, ഫീമെയിലിനെ കൗ എന്ന് പറയുന്നു, ഓസ്പ്രിങ്ങിനെ കാഫ് എന്ന് പറയുന്നു. ഓക്കെ, കാഫ്. ദെൻ അടുത്തത് ബട്ടർഫ്ലൈ ആണെങ്കിൽ മെയിൽ ബട്ടർഫ്ലൈ, ഫീമെയിൽ ബട്ടർഫ്ലൈ. ഓക്കെ, അങ്ങനെ തന്നെയാണ് പറയുക. ഫെമിനിൻ ആണെങ്കിലും മാസ്കുലിൻ ആണെങ്കിലും ജസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിലിനെ പറയൂ. സോ ബട്ടർഫ്ലൈസിൽ മെയിൽ ബട്ടർഫ്ലൈ, ഫീമെയിൽ ബട്ടർഫ്ലൈ. ഓസ്പ്രിങ് ആണെങ്കിലോ ക്രൈസാലിസ് ഓർ ലാർവേ.
ക്രൈസാലിസ് ഓർ ലാർവേ. അപ്പം ബട്ടർഫ്ലൈസിനെ നമുക്കറിയാം അവരുടെ സ്റ്റേജ് എങ്ങനെ, ഒരു പ്യൂപ്പ സ്റ്റേജ് ഒക്കെ അല്ലേ, ഒരു ലാർവേ സ്റ്റേജ് കഴിഞ്ഞ് അവരെന്താണ് കാറ്റർപില്ലർ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ പതിയെ മാറിയാണ് ചിത്രശലഭം ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലാർവ സ്റ്റേജ് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ആ കാറ്റർപില്ലർ ആയിരിക്കുന്ന ആ ഒരു ലാർവ സ്റ്റേജ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവരെ ലാർവ അഥവാ ക്രൈസാലിസ് എന്ന് പറയുന്നത്. സോ ബട്ടർഫ്ലൈ, മെയിൽ ബട്ടർഫ്ലൈ, ഫീമെയിൽ ബട്ടർഫ്ലൈ, ക്രൈസാലിസ് ഓർ ലാർവയാണ് ഓസ്പ്രിങ്. ഇനി അടുത്തത് ക്യാമൽ. ക്യാമൽസിൽ മെയിൽ ക്യാമൽസിന് എന്താണ് പറയുക? ബുൾ എന്ന് തന്നെയാണ് പറയുക. ഓക്കെ, മെയിൽ ക്യാമൽസിനെ ബുൾ എന്നാണ് പറയുക. ഫീമെയിൽ ക്യാമൽസ് ആണെങ്കിൽ കൗ എന്നാണ് പറയുക. ബുൾ ആൻഡ് കൗ ആണ് ക്യാമൽസിൻ്റെ ജെൻഡേഴ്സ്. ഇനി അവരുടെ ഓഫ് സ്പ്രിങ്ങിന് എന്താ പറയുക? കാഫ്. കാഫാണ്. ഓക്കെ, ക്യാമൽ, ബുൾ, കൗ, കാഫ്. അടുത്തത് ക്യാറ്റ്. ക്യാറ്റിന് എന്താണ് പറയുക? മെയിൽ ക്യാറ്റ് ആണെങ്കിൽ ടോം എന്നാണ് പറയുക. ടോം. ദെൻ ഫീമെയിൽ ആണെങ്കിൽ ക്വീൻ എന്നാണ് പറയുക. ഓഫ് സ്പ്രിങ്ങിനെ കിറ്റൺ എന്നാണ് പറയുക. ഓക്കെ, ക്യാറ്റ്, ടോം, ക്വീൻ, കിറ്റൺ. ദെൻ അടുത്തത് കാറ്റിൽസ്. കാറ്റിൽസ് ആണെങ്കിൽ മെയിൽ കാറ്റിലാണെങ്കിൽ ബുൾ, ഫീമെയിൽ ആണെങ്കിൽ കൗ, ദെൻ ഓഫ് സ്പ്രിങ്ങിനെ കാഫ് എന്നാണ് പറയുക. ഓക്കെ, കാറ്റിൽസ് ആണെങ്കിൽ ബുൾ, കൗ, കാഫ്. ഓക്കെ, ഇനി അടുത്തത് ചീറ്റ. ചീറ്റ ആണെങ്കിൽ എന്താണ് വരിക? മെയിൽ ചീറ്റ ആണെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ചീറ്റ ആണെങ്കിൽ ഫീമെയിൽ, അങ്ങനെ തന്നെയാണ് പറയുക. ഓക്കെ, മെയിൽ ചീറ്റ, ഫീമെയിൽ ചീറ്റ എന്നാണ് പറയുക. കറക്റ്റായിട്ട് ടേംസ് ഇല്ല. അപ്പം ചീറ്റ ആണെങ്കിൽ എന്ത് വരും? മെയിൽ ചീറ്റ, ഫീമെയിൽ ചീറ്റ. ദെൻ ഓഫ് സ്പ്രിങ്ങിന് എന്ത് പറയും? കബ് എന്നാണ് പറയുക. ഓക്കെ, ചീറ്റാസിൻ്റെ ഓഫ് സ്പ്രിങ് കബ്ബാണ്. അടുത്തത് ചിക്കൻ. ഓക്കെ, എന്താ പറയുക? റൂസ്റ്റർ. മെയിൽ ആണെങ്കിൽ റൂസ്റ്റർ, ഫീമെയിൽ ആണെങ്കിൽ ഹെൻ, ദെൻ ഓഫ് സ്പ്രിങ്ങിനെ ചിക്ക് എന്നാണ് പറയുക. ഓക്കെ, റൂസ്റ്റർ, ഹെൻ, ചിക്ക്. ഓക്കെ, അടുത്തത് ഡിയർ. ഡിയർ ആണെങ്കിൽ എന്ത് വരും? മെയിൽ ആണെങ്കിൽ ബക്ക്. ഓക്കെ, മെയിൽ ആയിട്ടുള്ള ഡിയറിനെ ബക്ക് എന്നാണ് പറയുക. ഫീമെയിൽ ആണെങ്കിൽ ഡോ. ഓക്കെ, ബക്ക് ആൻഡ് ഡോ. ദെൻ ഓസ്പ്രിങ് ഇസ് ഫോൺ. ഇതൊക്കെ കുറച്ച് വെറൈറ്റിയാണ്, കുറച്ച് അധികം നമ്മൾ യൂസ് ചെയ്യാത്തതാണ്. അപ്പോൾ ഇതൊക്കെ സ്പെഷ്യലായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ബക്ക് അറിയണ്ടാവും. ഫീമെയിൽ എന്തിനാ പറയുക? ഡോ എന്നാണ് പറയുക. DOE. ഓക്കെ, ഡോ. ഓസ്പ്രിങ്ങിനെ ഫോൺ എന്നാണ് പറയുക. FAWN, ഫോൺ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മൾ അധികം യൂസേജിൽ കാണാത്തതൊക്കെയാണ് എക്സാംസിന് ചോദിച്ച് കാണുക. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്തത് ഡോഗ്. ഡോഗ് ആണെങ്കിൽ മെയിൽ ഡോഗിന് എന്താ പറയുക? ഡോഗ് എന്ന് തന്നെയാണ് പറയുക. മെയിൽ ആണെങ്കിൽ ഡോഗ് തന്നെയാണ്. ഫീമെയിൽ ഡോഗ് ആണെങ്കിൽ ബിച്ച് എന്നാണ് പറയുക. ദെൻ ഓഫ് സ്പ്രിങ്ങിനെ പപ്പ് ഓർ പപ്പി എന്നാണ് പറയുക. പപ്പ് ഓർ പപ്പി എന്നാണ് പറയുക. ഓക്കെ, ഡോഗ് ആണെങ്കിൽ എന്താണ്? മെയിൽ ആവുമ്പോൾ ഡോഗ്, ഫീമെയിൽ ആവുമ്പോൾ ബിച്ച്, ദെൻ ഓഫ് സ്പ്രിങ്സിനെ പപ്പ് ഓർ പപ്പി. ഓക്കെ ആണല്ലോ. അടുത്തത് ഡോൾഫിൻ. ഡോൾഫിൻസിലെ മെയിൽ ഡോൾഫിൻ എന്താ പറയുക? ബുൾ. ഓക്കെ, ഫീമെയിൽ ഡോൾഫിൻ ആണെങ്കിൽ കൗ, ദെൻ ഓഫ് സ്പ്രിങ്ങിനെ കാഫ് എന്നാണ് പറയുക. ഓക്കെ, ബുൾ, കൗ ആൻഡ് കാഫ്. അപ്പോൾ നോക്കിയാൽ ബുൾ, കൗ, കാഫ് വരുന്ന കുറേ ആനിമൽസ് ഉണ്ട് അല്ലേ? ഇപ്പം തന്നെ നമ്മൾ 2-3 ആനിമൽസിന് പറഞ്ഞു കഴിഞ്ഞു, ബുൾ, കൗ ആൻഡ് കാഫ്. ഓക്കെ, അപ്പം ഇത് വരുന്ന ആനിമൽസ് ഏതാണെന്നുള്ളത് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പം നിങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ, കുറേ എണ്ണം ഒരേപോലെ സിമിലർ ആയിട്ട് വരുന്നുണ്ട്. ചിലത് 1-2 മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ചില കാറ്റഗറി എന്താ, മെയിൽ എന്ന് മാത്രം ഫീമെയിൽ എന്ന് മാത്രം പറയുന്നുണ്ട്. ഓക്കെ, മെയിൽ ഫീമെയിൽ എന്ന് മാത്രം പറയുന്നത്, സ്പെഷ്യലായിട്ടൊരു ടേംസ് ഇല്ലാത്ത, ടെർമിനോളജി ഇല്ലാത്തതുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. അതാണ് ഈസി. ഏതൊക്കെ ആനിമൽസിനെയാണോ മെയിൽ ഫീമെയിൽ എന്ന് മാത്രം പറയുന്നത്, അല്ലെങ്കിൽ ഏതാണോ കൗ, കഫ്, എന്താണ് കാഫ് എന്ന് പറയുന്നത്, ബുൾ, കൗ, കാഫ് എന്ന് പറയുന്നത്. സോ ഇത്തരം ഒരുപോലെ സിമിലർ ആയിട്ട് വരുന്നത് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യുക, ഡിഫറൻസ് ഉള്ളതിനെ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ഡോങ്കി. ഡോങ്കി മെയിൽ ഡോങ്കി ആണെങ്കിൽ ജാക്ക്, ഫീമെയിൽ ഡോങ്കി ആണെങ്കിൽ ജെന്നി. ഓക്കെ, ജാക്ക് ആൻഡ് ജെന്നി. ഈസി അല്ല ഓർത്തിരിക്കാൻ, ജാക്ക് ആൻഡ് ജെന്നി. ഓക്കെ, ഡോങ്കി ആണെങ്കിൽ മെയിൽ ആണെങ്കിൽ ജാക്ക്, ഫീമെയിൽ ആണെങ്കിൽ ജെന്നി. ഓഫ് സ്പ്രിങ്ങിന് എന്താ പറയുക? ഫോൾ ഓർ ഫില്ലി. ഓക്കെ, ഫോൾ ഓർ
ഫില്ലി എന്നാണ് പറയുക. ഇനി ഡവ് ആണെങ്കിൽ എന്താ വരിക? മെയിൽ ആവുമ്പോൾ കോക്ക്, ഫീമെയിൽ ആണെങ്കിൽ ഹെൻ, ഓസ്പ്രിങ് ആണെങ്കിൽ സ്ക്വാബ് ഓർ ചിക്ക്. ഓക്കെ, ഡവ്, കോക്ക്, ഹെൻ, സ്ക്വാബ് ഓർ ചിക്ക്. ഓക്കെ ആണല്ലോ. അടുത്തത് ഡക്ക് ആണെങ്കിൽ എന്ത് വരും? മെയിൽ ഡക്കിനെ ഡ്രേക്ക് എന്നാണ് പറയുക. ഡ്രേക്ക് ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്, ഡിഗ്രി ലെവൽ PYQവിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡ്രേക്ക് ആൻഡ് ഡക്ക് എന്നുള്ളത്. ഓക്കെ, സോ മെയിൽ ആയിട്ടുള്ള ഡക്കിനെയാണ് ഡ്രേക്ക് എന്ന് പറയുക. ദെൻ അതിൻ്റെ ഫീമെയിൽ പാർട്ട്ണറിനെ ഡക്ക് എന്നാണ് പറയുക. ദെൻ ഓസ്പ്രിങ്ങിനെ ഡക്ലിംഗ് എന്നാണ് പറയുക. ഓക്കെ, ഡക്ക് മെയിൽ ആണെങ്കിൽ ഡ്രേക്ക്, ഫീമെയിൽ ആണെങ്കിൽ ഡക്ക്, ഓസ്പ്രിങ്, ഡക്ലിംഗ്. ദെൻ ഈഗിൾ ആണെങ്കിൽ എന്താ വരിക? മെയിൽ ആവുമ്പോൾ ടിയേഴ്സിൽ, കണ്ടോ, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാത്തതല്ലേ, അല്ലെങ്കിൽ നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളത് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യുക, ടിയേഴ്സിൽ. ദെൻ ഫീമെയിൽ ഈഗിൾ ആണെങ്കിൽ ഹെൻ എന്നാണ് പറയുക. ഓസ്പ്രിങ്ങിനെ ഈഗ്ലെറ്റ് എന്നാണ് പറയുക. ഡക്ലിംഗ് പോലെ തന്നെ ഈഗ്ലെറ്റ്. ഓക്കെ, ഈഗിൾ മെയിൽ ആണെങ്കിൽ ടിയേഴ്സിൽ, ഫീമെയിൽ ആണെങ്കിൽ ഹെൻ, ഓസ്പ്രിങ്ങിനെ ഈഗ്ലെറ്റ്. ദെൻ അടുത്തത് ഫിഞ്ച് ആണെങ്കിൽ എന്ത് വരും? ബേർഡ് ആണ് അല്ലേ? ബേർഡ് ആയതുകൊണ്ട് തന്നെ കോക്ക്, ഹെൻ. ഓക്കെ, മെയിൽ ആണെങ്കിൽ കോക്ക്, ഫീമെയിൽ ആണെങ്കിൽ ഹെൻ, ഓസ്പ്രിങ്ങിനെ ചിക്ക്, പുല്ലറ്റ് ഓർ കോക്രൽ. ഓക്കെ, ചിക്ക്, പുല്ലറ്റ് ഓർ കോക്രൽ എന്നാണ് പറയുക. ഓക്കെ, ഫിഞ്ചസ്. അടുത്തത് ഫിഷ് ആണെങ്കിൽ എന്ത് വരും? മെയിൽ, ഫീമെയിൽ. അഗെയിൻ മെയിൽ ഫീമെയിൽ എന്ന് മാത്രമേ ഉള്ളൂ, സ്പെഷ്യൽ ആയിട്ടൊരു ടെർമിനോളജി ഇല്ല. ഓക്കെ, മെയിൽ ഫിഷ് ആൻഡ് ഫീമെയിൽ ഫിഷ്, മെയിൽ ഫീമെയിൽ. ഓസ്പ്രിങ്ങിന് എന്ത് വരും? ഫിംഗർലിംഗ് ഓർ ഫ്രൈ എന്നാണ് വരിക. ഓക്കെ, ഫിഷ്, മെയിൽ ഫിഷ്, ഫീമെയിൽ ഫിഷ്, ഓസ്പ്രിങ്സിനെ ഫിംഗർലിംഗ് ഓർ ഫ്രൈ. ദെൻ അടുത്തത് ഫ്ലാമിംഗോ. അഗെയിൻ ബേർഡ് ആണ്, ഫ്ലാമിംഗോന് എന്താ പറയുക? മെയിൽ ഫ്ലാമിംഗോ ആൻഡ് ഫീമെയിൽ ഫ്ലാമിംഗോ. എക്സ്ട്രാ ടെർമിനോളജി ഇല്ല. ഓക്കെ, മെയിൽ ആൻഡ് ഫീമെയിൽ. ഓസ്പ്രിങ്ങിനെ ചിക്ക് എന്നാണ് പറയുക. അടുത്തത് ഫോക്സ് ആണെങ്കിൽ എന്ത് വരും? റെൻയാർഡ് ഓർ ഡോഗ് എന്ന് യൂഷ്വലി ഡോഗ് എന്നും പറയാം, അല്ലാതെ റെൻയാർഡ് എന്ന് പറയുന്ന ഒരു ടേമും കൂടി ഉണ്ട്, റെൻയാർഡ്. ഓക്കെ, റെൻയാർഡ്. അതുപോലെ തന്നെ ഫീമെയിൽ ആണെങ്കിൽ വിക്സൻ. ഓക്കെ, വിക്സൻ എന്നാണ് പറയുക. സോ ഫോക്സ് മെയിൽ ആണെങ്കിൽ റെൻയാർഡ് ഓർ ഡോഗ്, ഫീമെയിൽ ആണെങ്കിൽ വിക്സൻ. ഇനി ഓസ്പ്രിങ്ങിന് എന്താ പറയുക? കബ് എന്നാണ് പറയുക. അപ്പോൾ കബ് വരുന്ന വേറെ ഒരു എക്സാമ്പിളോടെ കിട്ടിയില്ലേ? അപ്പോൾ ഒരുമിച്ച് ഒരുപോലെ വരുന്നത് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യുക, കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് എപ്പോഴും ഈസിയർ. അടുത്തത് ഫ്രോഗ്. അഗെയിൻ മെയിൽ ആൻഡ് ഫീമെയിൽ മാത്രമേ ഉള്ളൂ, ടെർമിനോളജി ഇല്ല. ഓക്കെ, ഫ്രോഗ് ആണെങ്കിൽ എന്ത് വരും? മെയിൽ ഫ്രോഗ്, ഫീമെയിൽ ഫ്രോഗ്. ഇനി ഓസ്പ്രിങ് ആണെങ്കിലോ? ടാഡ്പോൾ, പോളിവോഗ് ഓർ ഫ്രോഗ്ലെറ്റ്. 3 ഉണ്ട്. ടാഡ്പോൾ എന്ന് പറയാം, പോളിവോഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്രോഗ്ലെറ്റ് എന്ന് പറയാം. നമ്മൾ നേരത്തെ ഈഗ്ലെറ്റ് എന്ന് പറഞ്ഞ പോലെ ഫ്രോഗ്ലെറ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് ജയന്റ് പാൻഡ ആണെങ്കിൽ എന്ത് പറയും? ബോർ ആൻഡ് സോർ. ഈസി അല്ലേ ഓർത്തിരിക്കാൻ? ബോർ ആൻഡ് സോർ. ഓക്കെ, സോ ജയന്റ് പാൻഡ മെയിൽ പാൻഡ ആണെങ്കിൽ ബോർ, ഫീമെയിൽ പാൻഡ ആണെങ്കിൽ സോർ. ബോർ ആൻഡ് സോർ. ഇനി ഓസ്പ്രിങ് എന്താണ്? കബ്ബാണ്. അഗെയിൻ കബ്. ഓക്കെ, അപ്പോൾ കബ് കുറേ എണ്ണത്തിൻ്റെ വന്നിട്ടുണ്ട്. ദെൻ അടുത്തത് ജിറാഫിൻ്റെ മെയിൽ എന്താണ്? ബുൾ. അഗെയിൻ ഓക്കെ, ബുൾ. ജിറാഫിൻ്റെ മെയിൽ ബുള്ളാണ്, ഫീമെയിലോ? ഡോ. അഗെയിൻ കണ്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ മനസ്സിലാവും കുറേ ആനിമൽസിൻ്റെ ഫീമെയിലും മെയിലും ഒക്കെ സെയിം ആയിട്ട്. അപ്പോൾ ബുള്ള് കുറേ എണ്ണം വന്നു അല്ലേ, ഇപ്പോൾ ഡോ അഗെയിൻ വീണ്ടും വന്നു അല്ലേ. അപ്പം ഇങ്ങനെ ഒരുപോലെ വരുന്നത് കബ്ബ് കുറേ എണ്ണത്തിൻ്റെ കബ്ബാണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് അത് നോട്ട് ചെയ്യുക. ജിറാഫ്, ബുൾ, ഡോ. ദെൻ ഓസ്പ്രിങ് ആണെങ്കിൽ കാഫ് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് അല്ലേ. സോ ജിറാഫ് മെയിൽ ആണെങ്കിൽ ബുൾ, ഫീമെയിൽ ആണെങ്കിൽ ഡോ, ദെൻ ഓസ്പ്രിങ് കാഫാണ്. അടുത്തത് ഗോട്ട് എന്താ വരിക?
ബില്ലി, ഡോ ആൻഡ് കിഡ്. ഓക്കെ, മെയിൽ ഗോട്ട് ആണെങ്കിൽ ബില്ലി എന്നാണ് പറയുക. ഓക്കെ, മെയിൽ ഗോട്ടസ് ബില്ലി, ഫീമെയിൽ ഗോട്ട് ആണെങ്കിൽ ഡോ, ഫീമെയിൽ ഗോട്ട് ഡോ, ദെൻ ഓസ്പ്രിങ് ഇസ് കിഡ്. ഓക്കെ, ഗോട്ടിൻ്റെ ഓസ്പ്രിങ്ങിനെ കിഡ് എന്നാണ് പറയുക. അടുത്തത് ഗൂസ്. ഗൂസ്, ഗൂസിൻ്റെ മെയിൽ പാർട്ട്ണർ എന്താ പറയുക? ഗാൻഡർ. മെയിൽ എന്താണ്? ഗാൻഡർ. ഫീമെയിൽ എന്താണ്? ഗൂസ്. ഓക്കെ, ഗാൻഡർ ആൻഡ് ഗൂസ്. ഇനി ഓസ്പ്രിങ്ങിന് എന്താ പറയുക? ഗോസ്ലിംഗ്. ഗോസ്ലിംഗ് എന്നാണ് പറയുക. ഓക്കെ, ഗൂസ്, മെയിൽ ആണെങ്കിൽ ഗാൻഡർ, ഫീമെയിൽ ആണെങ്കിൽ ഗൂസ് എന്ന് തന്നെ വരും. ഓസ്പ്രിങ് ആണെങ്കിൽ ഗോസ്ലിംഗ് എന്ന് വരും. അടുത്തത് ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പർ അഗെയിൻ മെയിൽ ആൻഡ് ഫീമെയിൽ. കറക്റ്റ് ആയിട്ടൊരു ടേം ഇല്ല. മെയിൽ, ഫീമെയിൽ. ഓസ്പ്രിങ് ആണെങ്കിൽ നിംഫ്. ഓക്കെ, ഗ്രാസ് ഹോപ്പറിൻ്റെ ഓസ്പ്രിങ് എന്താ പറയുക? നിംഫ് എന്നാണ് പറയുക. ഓക്കെ ആണോ? ഗ്രാസ് ഹോപ്പർ മെയിൽ ഗ്രാസ് ഹോപ്പർ, ഫീമെയിൽ ഗ്രാസ് ഹോപ്പർ ആൻഡ് നിംഫ്. അത്രയേ ഉള്ളൂ. സ്പെഷ്യലായിട്ട് ടെർമിനോളജി വരുന്നില്ല. ഓസ്പ്രിങ്ങിനുണ്ട്, നിംഫ് എന്നുണ്ട്. ഓക്കെ ആണോ? യെസ്. സോ ഇത്രയും ആനിമൽസിൻ്റെയാണ് നമുക്ക് മെയിൽ പാർട്ട്നേഴ്സും ഫീമെയിൽ പാർട്ട്നേഴ്സും ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാം ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ബെയർ, ബോർ, സോ, കബ്. ഓക്കെ, ബീവർ, മെയിൽ, ഫീമെയിൽ, കിറ്റ്. ബി, ഡ്രോൺ, വർക്കർ ഓർ ക്യൂൻ, ലാർവ. ബെഫെല്ല ഓർ ബൈസൺ, ബുൾ, കവ്, കാഫ്. Butterfly, male, female, chrysalis or larva. Camel, bull, cow, calf. Okay. Cat ആണെങ്കിൽ Tom, queen, kitten. Cattle ആണെങ്കിൽ bull, cow, calf. Then cheetah ആണെങ്കിൽ male, female, cub. Chicken ആണെങ്കിൽ rooster, hen, chick. Okay. Next, deer ആണെങ്കിൽ buck, doe, fawn. Then dog ആണെങ്കിൽ dog, bitch, pup or puppy. Dolphin ആണെങ്കിൽ bull, cow, calf. Okay. Donkey ആണെങ്കിൽ jack, jenny, foal or filly. Then dove ആണെങ്കിൽ cock, hen, squab or chick. Then duck ആവുമ്പോൾ drake, duck, duckling. Eagle ആണെങ്കിൽ tiercel, hen, eaglet. ഓക്കെ, അടുത്തത് ഫിഞ്ച് ആണെങ്കിൽ കോക്ക്, ഹെൻ, ചിക്ക്. ഫിഷ് ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ തന്നെയാണ്. ഓസ്പ്രിങ് ആണെങ്കിൽ ഫിംഗർലിംഗ് ഓർ ഫ്രൈ. ദെൻ ഫ്ലമിംഗോ, മെയിൽ, ഫീമെയിൽ, ചിക്ക്. ദെൻ ഫോക്സ് ആണെങ്കിൽ റെനിയാഡോ ഡോഗ്, ഫീമെയിൽ, വൈക്സൺ, ഓസ്പ്രിങ്, കബ്. ഫ്രോഗ് ആണെങ്കിൽ ഫീമെയിൽ, മെയിൽ ആൻഡ് ഫീമെയിൽ തന്നെയാണ്. ഓസ്പ്രിങ്, tadpole, polywog or froglet. Then giant panda, boar, soar, cub. Then giraffe, bull, doe, calf. Goat, billy, doe, kid. Then goose, gander, goose, gosling. Grasshopper, male, female and nymph. Okay, so ഇത്രയും ആനിമൽസിൻ്റെ ഇനിയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും ധാരാളം ആനിമൽസിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എന്താണ് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പ്രത്യേകമായിട്ട് ഇതുപോലെ ഒരുപോലെ വരുന്ന സിമിലർ ആയിട്ട് വരുന്ന എസ്പെഷ്യലി നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതും നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഓപ്പോസിറ്റ്സ് നോക്കാം. ഓക്കെ, ഓപ്പോസിറ്റ്സ് ഇതുപോലെ തന്നെ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഓപ്പോസിറ്റ്സിൻ്റെ നമുക്ക് നോക്കാം. എലൈവ്. എലൈവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡെഡ്. ഓക്കെ, എലൈവ്, ഡെഡ്. ദെൻ ഓൾ, നൺ. ഓൾ എന്ന് വെച്ചാൽ എല്ലാം. സോ ഓപ്പോസിറ്റ് എന്താണ്? നത്തിങ് എന്നുള്ളത് നൺ ആണ് വരിക. നത്തിങ്, അലൈവ്, എനിമി. ഓക്കെ, നത്തിങ്, അലൈവ്, ഓപ്പോസിറ്റ് എനിമി. ദെൻ ഓൾവേസ്, നെവർ. നത്തിങ് എന്നുള്ളത് ഓൾ, നൺ ഓർ നത്തിങ് ആണ് കേട്ടോ. ഓൾ ഓപ്പോസിറ്റ് ആണ് നൺ ഓർ നത്തിങ്. ദെൻ അലൈ ഓപ്പോസിറ്റ് ആണ് എനിമി. അലൈ ഓപ്പോസിറ്റ് എനിമി. അലൈ മീൻസ് ഫ്രണ്ട്. ഓക്കെ, നമ്മളായിട്ട് അലൈ ചെയ്തിരിക്കുന്ന ഒരാളെന്നുള്ള അർത്ഥമാണ്. സോ അലൈ ഓപ്പോസിറ്റ് എനിമി. ദെൻ ഓൾവേസ് ഓപ്പോസിറ്റ് നെവർ. ഓൾവേസ്
നെവർ. അതുപോലെ തന്നെ എവർ ആണെങ്കിലും ഓപ്പോസിറ്റ് നെവർ ആണ് വരിക. എവർ, നെവർ അല്ലെങ്കിൽ ഓൾവേസ്, നെവർ. ഏൻഷ്യൻറ്റ്, മോഡേൺ. ഓക്കെ, ഏൻഷ്യൻറ്റ്, മോഡേൺ. ആൻസർ, ക്വസ്റ്റ്യൻ. ആൻസർ, ക്വസ്റ്റ്യൻ. ആൻറ്റണിം, സിനോണിം. ഓക്കെ, ആൻറ്റണിം ആണെങ്കിൽ സിനോണിം. ഇത് ക്വസ്റ്റ്യൻസ് ആണല്ലേ, ആൻറ്റണിം ക്വസ്റ്റ്യൻസ്, സിനോണിം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻറ്റണിം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്സ് ആണ്, സിനോണിംസ് എന്ന് വെച്ചാൽ സിമിലർ വേർഡ്സ്, പര്യായങ്ങളാണ്. ഇനി എപ്പാർട്ട്, ടുഗെദർ. എപ്പാർട്ട് മീൻസ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നു, ടുഗെദർ മീൻസ് ഒരുമിച്ച് നിൽക്കുക. ഓക്കെ, എപ്പാർട്ട് ആൻഡ് ടുഗെദർ. ബാക്ക്വേർഡ്, ഫോർവേഡ്. ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്. ബാഡ്, ഗുഡ്. ബാഡ്, ഗുഡ്. Then beautiful, ugly. Beautiful, ugly. Then before, after, begin, end. ഓക്കെ, ഇതൊക്കെ കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. അത്ര ഫെമിലിയർ ആയിട്ടില്ലാത്ത ഓപ്പോസിറ്റ്സ് ആണെങ്കിൽ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യുക. പിന്നെ ഓഡ് വൺ ഔട്ടായിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ, ഓഡ് വൺ ഔട്ടായിട്ട് ഇപ്പം എന്താ 2 എണ്ണം കറക്റ്റായിട്ട് തന്നിട്ട് ഒരെണ്ണം ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും തരാം ഓപ്പോസിറ്റ്സ്. അപ്പോൾ അതിൽ നിന്ന് കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യാനായിട്ടുള്ളതൊക്കെ വരാം. Then below, above. Bend, straight. Bend എന്ന് വെച്ചാൽ വളയുക, സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ നേരെയുള്ളത്. ബെസ്റ്റ്, വേസ്റ്റ്. ഓക്കെ, ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ളതോ വേസ്റ്റ് ആണ്. ഓക്കെ, ബെസ്റ്റ് ഓപ്പോസിറ്റ് വേസ്റ്റ്. ദെൻ കൺസീൽ, റിവീൽ. കൺസീൽ എന്ന് വെച്ചാൽ എന്താണ്? ഒളിപ്പിച്ച് വെക്കുക. റിവീൽ എന്ന് വെച്ചാൽ പുറത്തു വിടുക. ഓക്കെ, കൺസീൽ ആൻഡ് റിവീൽ. കോൺട്രാക്ട്, എക്സ്പാൻഡ്. കോൺട്രാക്ട് മീൻസ് ചുരുങ്ങുക, എക്സ്പാൻഡ് മീൻസ് വികസിക്കുക. കോൺട്രാക്ട്, എക്സ്പാൻഡ്. കൂൾ, വാം. കൂൾ എന്താണ്? തണുപ്പ്. വാം മീൻസ് ചൂടുള്ളത്. കറക്റ്റ്, ഇൻകറക്റ്റ്. ഓക്കെ, ഇൻകറക്റ്റ് എന്നോ അല്ലെങ്കിൽ റോങ് എന്നോ പറയാം. ദെൻ കറേജ്, കവേർഡസ്. കറേജ് എന്ന് വെച്ചാൽ എന്താ? നല്ല ധൈര്യമുള്ളത്. കവേർഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീരെ ധൈര്യമില്ലാത്ത, ഫൂൾസ് ആയിട്ടുള്ളവരെയാണ്. ഓക്കെ, ഫൂളിഷ് ആയിട്ടുള്ളത്, തീരെ ധൈര്യമില്ലാത്ത, ഒന്നിനും ധൈര്യമില്ലാത്ത ആൾക്കാരെയൊക്കെയാണ് നമ്മൾ കവേർഡസ് എന്ന് പറയുക. ഓക്കെ, ക്രിയേറ്റ്, ഓപ്പോസിറ്റ് ഡിസ്ട്രോയ്. ഓക്കെ, ക്രിയേറ്റ്, ഡിസ്ട്രോയ്. ക്രൂക്കഡ്, സ്ട്രെയിറ്റ്. ക്രൂക്കഡ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ എന്താണ്? തീരെ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്തവരെയാണ് ക്രൂക്കഡ് എന്ന് പറയുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും പറയേണ്ടാവുക. ഓക്കെ, ക്രൂക്കഡ് നമുക്ക് പിടിതരില്ല, ഭയങ്കര കൗശലക്കാരായിട്ടുള്ളവരാണ് ക്രൂക്കഡ്. അല്ലാത്തവരോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് സ്ട്രെയിറ്റ്. ക്രുവൽ, കൈൻഡ്. ഓക്കെ, ക്രുവൽ ഓപ്പോസിറ്റ് കൈൻഡ്. ദെൻ കമ്പൽസറി, ഓപ്പോസിറ്റ് വോളണ്ടറി. കമ്പൽസറി ആയിട്ടൊരു കാര്യം ചെയ്യണം എന്ന് വെച്ചാൽ എന്താണ്? ആരോ കമ്പൽ ചെയ്തിട്ട് പറയുകയാണ് നിങ്ങളിത് ചെയ്തേ പറ്റൂ. പക്ഷെ വോളണ്ടറി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാലോ സ്വയം സന്നദ്ധമായിട്ട് ചെയ്യുന്നതാണ് വോളണ്ടറി ആക്ഷൻ. ഓക്കെ, സന്നദ്ധമാകുക, സ്വയം സന്നദ്ധമാകുന്നതാണ് വോളണ്ടറി. ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യുന്നതാണ് കമ്പൽസറി. ദെൻ കോർട്ടിയസ്, ഡിസ്കോർട്ടിയസ് ഓർ റൂഡ്. കോർട്ടിയസ് മീൻസ് വാട്ട്? വളരെ എന്താണ്? സ്നേഹത്തോടെ, ദയയോടെ, ഓക്കെ, ഒപ്പം നിന്നിട്ട് സ്നേഹത്തോടെ ഒരു കാര്യം ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ദയയോടെ കാര്യമായിട്ട് നല്ല രീതിയിൽ പറയുന്നതാണ് കോർട്ടിയസ്. ഡിസ്കോർട്ടിയസ് ഓർ റൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പരുഷമായിട്ട് സംസാരിക്കുക. ഓക്കെ, റൂഡായിട്ട് സംസാരിക്കുക, പരുഷമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഡിസ്കോർട്ടിയസ് ഓർ റൂഡ്. ദെൻ ഫ്യൂ. ഫ്യൂ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മെനി. ഇപ്പോൾ ഫ്യൂ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഓൾ എന്നൊക്കെ വരും. ഓൾ എന്ന് പറയുന്ന ഫ്യൂവിൻ്റെ ഓപ്പോസിറ്റ് ആണോ? അല്ല. ഓൾ എന്ന് പറയുന്നത് നണ്ണിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പം അങ്ങനെയായിരിക്കും നമുക്ക് ട്രിക്കി ആക്കുന്നത് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡാണല്ലോ തോന്നും. പക്ഷെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫ്യൂ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഓൾ ആണെങ്കിൽ, ഓൾ ആണോ? അല്ല. ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ്. അപ്പോൾ ഓൾ എന്ന് പറയുമ്പോൾ എല്ലാം എന്നുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ആവില്ല. ഫ്യൂ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മെനി. ഓക്കെ, കുറേ എന്നുള്ളതാണ്. കുറച്ച്, കുറേ. ഫ്യൂ ഓപ്പോസിറ്റ് മെനി. ദെൻ ഫൈൻഡ്, ലൂസ്. ഫൈൻഡ്, ലൂസ്. ഫൈൻഡ് കണ്ടെത്തുക, ലൂസ് നഷ്ടപ്പെടുക. ഫസ്റ്റ്, ലാസ്റ്റ്, സിമ്പിൾ. ഫ്ലോട്ട്, സിങ്ക്. ഫ്ലോട്ട് എന്താണ്? ഒഴുകി നടക്കുക. സിങ്ക് എന്താണ്? മുങ്ങിപ്പോവുക. ഫൂളിഷ്, വൈസ്. ഫൂളിഷ് എന്താണ്? എന്താണ്? തീരെ ബുദ്ധിയില്ലാത്ത, ഓക്കെ, തീരെ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളാണ് ഫൂളിഷ് എന്ന് പറയുക. വൈസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കുറിച്ച് ധാരണയുള്ള, ബുദ്ധിയുള്ള ഒരാളാണ് വൈസ്. ദെൻ ഫോർ, ആഫ്റ്റർ.
ഫോർ എന്ന് വെച്ചാൽ മുമ്പ്, ആഫ്റ്റർ എന്ന് വെച്ചാൽ ശേഷം. ഫ്രീ, ഫ്രീ ഓപ്പോസിറ്റ് എന്താ? ബൗണ്ട് ഓർ ക്യാപ്റ്റീവ്. ഫ്രീ എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീ ആയിരിക്കുന്നത്, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ള അർത്ഥം. ബൗണ്ട് എന്ന് വെച്ചാലോ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ക്യാപ്റ്റീവ്, ക്യാപ്റ്റീവ് എന്നൊക്കെ വെച്ചാൽ എന്താ? പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ഓക്കെ, കെട്ടി വെച്ചിരിക്കുകയാണ്, പുറത്തേക്ക് പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നതാണ് ക്യാപ്റ്റീവ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫ്രീ. ദെൻ ഫോൾഡ്, അൺഫോൾഡ്. ഫോൾഡ് ചെയ്യുക, അൺഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്യുക എന്ന് വെച്ചാൽ മടക്കുക, അൺഫോൾഡ് ചെയ്യുക എന്ന് വെച്ചാൽ തുറക്കുക. മടക്ക്, നിവർത്തി, തുറക്കുക. ഓക്കെ. മെൽറ്റ് ആൻഡ് ഫ്രീസ്. മെൽറ്റ് എന്താണ്? അലിയുക. ഫ്രീസ് എന്താണ്? വീണ്ടും ഐസാവുക. മെറി, സാഡ്. മെറി എന്താണ്? സന്തോഷം. സാഡ് ഓപ്പോസിറ്റ്. മെസ്സി, മെസ്സി എന്താണ്? വളരെ അലങ്കോലമായിട്ടിടുക എന്നുള്ളതാണ് മെസ്സി. ദെൻ നീറ്റ് എന്താണ്? ക്ലീൻ ആയിട്ട്, ഓക്കെ, എല്ലാം ചിട്ടയോടെ വെക്കുകയാണ് നീറ്റ്. മൈനർ, മേജർ. ഓക്കെ, മൈനർ ആയിട്ടുള്ള കാര്യം വളരെ നിസ്സാരമായിട്ടുള്ളത്. മേജർ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സാരമായതെന്ന് അർത്ഥം. ഓക്കെ, സോ ഇത്രയുമാണ് ഓപ്പോസിറ്റ്സ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള എന്താണ്, ചിലപ്പോൾ സിമ്പിൾ വേർഡ്സ് ആയിരിക്കാം ചോദിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ എന്താണ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ചോദിക്കാം. കൂടുതലും സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണെങ്കിൽ പോലും നമുക്ക് എക്സാക്റ്റ് ഓപ്പോസിറ്റിലേക്ക് എത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഓപ്പോസിറ്റ്സ് ഈസി ആണെന്ന് കരുതി ഇരിക്കരുത്. എന്ത് ചെയ്യുക? ഓരോ വേർഡ്സിൻ്റെയും ഓപ്പോസിറ്റ് വരുന്ന കറക്റ്റ് ഓപ്പോസിറ്റ്, എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആണ് ആൻസറിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം നേരത്തെ ഫ്യൂ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ളത് വരാൻ ചാൻസ് ഇല്ല. അപ്പം എന്നാലും എന്ത് ചെയ്യുക? എല്ലാ വേർഡ്സും പഠിച്ചു വയ്ക്കുക, ഓപ്പോസിറ്റ്സ് ഒന്ന് നോക്കി വയ്ക്കുക. അതുപോലെ സിനോണിംസും ആൻറ്റോണിംസും നോക്കുക. ഒരു വൊക്കാബ് പഠിക്കുമ്പോൾ അതിൻ്റെ സിനോണിമും ആൻറ്റോണിമും നിർബന്ധമായിട്ടും നോക്കുക. ഓക്കെ, സോ ഇനി എന്താണ് മിൻറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയുള്ള എന്താണ് ഗവൺമെൻറ് എക്സാംസിൻ്റെ ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് 1-to-1 മെൻറ്റർഷിപ്പ് അടക്കമുള്ള കോച്ചിങ് ആയിരിക്കും മിൻറ്റിൽ നിന്ന് ഇനി വരുന്ന ഗവൺമെൻറ് എക്സാംസ്, VFA, SBCID പോലുള്ള ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് എക്സാംസിൻ്റെ എല്ലാം കോച്ചിങ് നിങ്ങൾക്ക് മിൻറ്റിൽ അവൈലബിൾ ആയിരിക്കും. സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് വഴിയായിരിക്കും ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി വരാതിരിക്കുന്ന എല്ലാ എക്സാംസിൻ്റെയും എന്താണ് കോച്ചിങ്സ് ആപ്പ് ഡൗൺലോഡാണ്. ഇനി നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. സോ അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ എൻക്വയറി നടത്താം. അതുപോലെ അഡ്മിഷൻ കാര്യങ്ങളെല്ലാം അതിൽ അറിയാൻ പറ്റും. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കമൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ ഒരു ക്ലാസ്, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റ് സെഷൻസ് ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.